ഹലോ എടാ, എനിക്ക് ഇപ്പഴാ മെസ്സേജ് ഇട്ട് ഞാനിവിടെ ഇറങ്ങി, ഞാൻ ഉടനെ എത്തും. ആ എടാ, എല്ലാവർക്കും ഈ മെസ്സേജ് തന്നെ നിൽക്കുന്നത്. അവൻ എന്തോ പറ്റിയിട്ടുണ്ട് ഉറപ്പാ. ഒന്നും മിണ്ടാണ്ടിരിക്കൂ. എന്റെ പൊന്നു ദൈവമേ, എന്തെങ്കിലും എന്റെ വായന നല്ല കാര്യം കേട്ട് ചാവാൻ പറ്റും. എടാ മാറി ഇവിടെ. അതിനെന്താ ഉലാത്തു ഓവറാക്കരുത്. ഹലോ, ഹായ്. ഓമന കൂടെ ഞാൻ സണ്ണി. എന്തുവാടി ചോദിക്കും. ഓമന കൂടെ പപ്പയും മമ്മിയൊന്നുമില്ലേ? അവരൊക്കെ ഡൽഹിയിലാ. അതെ ഓമന കൂടെ, എനിക്കൊരു ഫേക്ക് മെസ്സേജ് വന്നു, നീ സൂസൈഡ് ചെയ്യാൻ പോകുന്നത്. എന്റെ ഫോണാന്ന് വിളിച്ചിട്ട് കിട്ടുന്നു. ഞാൻ ആകെ ടെൻഷൻ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഓമനക്കൂട്ടൻ നിന്നെ പോലെ നെഗറ്റീവ് ഒന്നുമല്ലെന്ന്. ഈ ബോഡി മുഴുവൻ ഫുൾ പോസിറ്റീവാ. അല്ലടാ, എന്റെ ബോഡിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. 2 ബോട്ടിൽ സ്ലീപ്പിംഗ് പിൽസാ കഴിച്ച. ഒരു മയക്കെങ്കിലും വരണ്ടേ? ഓമനക്കൂട്ടാ, എന്റെ പൊന്നേട്ട് ഇന്നെങ്ങാനും എത്തിക്കോ? വയറൊഴുകാൻ പഠിച്ചല്ലോ അല്ലേ? ഇനിയുണ്ട് പഠിക്കാൻ. എങ്ങനെയുണ്ട് ഡോക്ടർ? ഇടോ, അയാൾ അവിടെ കിടന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്കുക. വയറ് കഴുകിയതല്ലേ, ഇപ്പൊ ഉടനെ ഒന്നും കൊടുക്കാൻ പാടില്ല. ദേ, ഒന്ന് ഈ മരുന്നിന്റെ ബില്ല് അടയ്ക്കണം. എന്റെ ഓമനക്കുട്ട, നിനക്ക് ആരാ ഇതൊക്കെ വാങ്ങിച്ചെന്ന്? ഒന്നും കഴിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് അങ്ങനെ പറയാം. വയറ്റിലുണ്ടായിരുന്ന ഫുള്ള് കളയുകയും ചെയ്തു. എനിക്ക് പിന്നെ വിശക്കൂലേ? ഓമനക്കുട്ട, എന്ത് പണിയായി കാണിച്ചത്? അതല്ല, സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചത്. ക്യാഷിന് ക്യാഷ്, കാറിന് കാറ്. നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടോ ഓമനക്കുട്ട? സ്വന്തമായിട്ടൊരു ജോലി, സ്വന്തം കാലം നിൽക്കാൻ ശ്രമം നടത്തി, അത് പാളിപ്പോയി. പിന്നെ മരിയ, അവൾക്കും എന്നെ വേണ്ട. പോട്ടെ ഓമനക്കുട്ട, എല്ലാം ശരിയാ. ഞങ്ങളൊക്കെ ഇല്ലേ? സത്യം സത്യം. എന്തൊരു കൂതറ മുറിയാണിത്. മനുഷ്യന് ബോധമില്ലാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് കിടന്ന് സ്ഥലം. വേറെ നല്ല മുറിയിലും കിട്ടും, നോക്കിയാ. ചെല്ലേ പോ, ചെല്ലേ. നോക്കിട്ട് വരാം. ഹായ്. ഹായ്. പെർഫ്യൂം ഉപയോഗിക്കും അല്ലേ? ഇപ്പൊ ഉപയോഗിക്കുന്ന പെർഫ്യൂം മാറ്റി ഉപയോഗിച്ചൂടെ? വേറെ ഏതെങ്കിലും? ഇതൊരു സുഖമില്ല. 1500. 1500 അല്ലേ? മോനെ ഗൗതമേ, ചേട്ടന്റെ പേഴ്സ്. ചേട്ടന്റെ പേഴ്സ്. ഈ പെമ്പിള്ളേർക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണല്ലേ? കറക്റ്റാണ് ചേച്ചിയല്ല? സോറി. അല്ലേ, ഓമനക്കുട്ടനെ പോലത്തെ ഒരു ബിഗ് ഷോട്ടിന് ആരെങ്കിലും വേണ്ടെന്ന് പറയും. ഓമനക്കുട്ടന് എന്താ ഒരു കുറവ്? ഓമനക്കുട്ടിന് കുറച്ച് ബുദ്ധിയുടെ കുറവുണ്ട്. ഏയ്, കുറച്ച്. പക്ഷെ ഒന്ന് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാലും ശരിയാവും. ശരിയാവും. അതെ, ഈ മാസത്തെ ചെലവിന് ആർത്ത് വിട്ടതുണ്ട്. അത് നമുക്ക് ഓമനക്കുട്ടനോട് പറഞ്ഞ് ശരിയാക്കാം. അത് നീ അവന്റെ വീട്ടിൽ പോയി ശരിയാക്കിയാൽ മതി. ഇപ്പൊ നീ ഒരു ഓട്ടോ വിളി. വീട്ടിലോട്ടാ? അതൊന്നും ശരിയാവില്ല. ഇപ്പൊ അവന്റെ പാരന്റ്സ് എല്ലാം അവിടെ ഇല്ലാത്താണ്. ഇനി ഇതുപോലത്തെ വല്ല പരിപാടികൾ ചെയ്താലോ? അതിന് അവന്റെ വീട്ടിൽ സർവൻസ് ഒക്കെ ഉണ്ട്, അത് അവർ നോക്കിക്കോളൂ. സർവൻസിനെ ഏൽപ്പിക്കാനാ? അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലടാ. എന്ത് മോൻ പറയൂ, നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവനെ കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? നമ്മുടെ റൂമിലേക്ക്. മിസ്റ്റർ ഡൊമിനിക്, താങ്കൾക്ക് അവന്റെ ക്യാരക്ടർ എന്നിട്ട് അറിയാൻ പാടില്ലാത്തതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തോന്ന് ക്യാരക്ടറാ? ഗിറ്റാർ വാങ്ങാനും പൈസ കടം തരാനും ഓമനക്കുട്ടം വേണം. ഇപ്പൊ അവൻ ഒരു ആവശ്യം വന്നപ്പോ അവന്റെ ക്യാരക്ടർ ശരിയല്ല, നിന്റെ ക്യാരക്ടറാ ശരിയല്ലാത്തത്. ബ്ലഡി ഫൂൾ. നമ്മൾ അവനെ കൊണ്ടുപോകുന്നു. ഓമനക്കുട്ടന്റെ കംപ്ലീറ്റ് റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം.